സംഗീതങ്ങൾ പാടിടുവിൻ, യേശുവിൽ വിശ്വസിച്ചിടുവിൻ, ജയ സന്തോഷമേ, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം, യേശുവിൽ വിശ്വസിച്ച ജയ സന്തോഷമേ. സദൃശവാക്യം 15-ാം അധ്യായം 1-ാം വാക്യം. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. A soft answer turns away wrath, but a harsh word stirs up anger. ഇസ്രായേലിൻ്റെ പ്രഗത്ഭനായ രാജാവായ ദാവീദിൻ്റെ മകൻ ശലോമോൻ്റെ ദൈവികമായ ശബ്ദമാണ് സദൃശവാക്യങ്ങളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ബുദ്ധിയുടെ പ്രായോഗികതയുടെ ബഹിർസ്ഫുരണങ്ങളാണ് ഈ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ. ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ ഭയത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ആത്മീയ ധാർമ്മിക ജീവിതത്തെക്കുറിച്ചും വൈകാരിക തലത്തിലുള്ള മനുഷ്യൻ്റെ വാക്കുകളുടെ നിയന്ത്രണത്തെക്കുറിച്ചൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യനും തമ്മിൽ, മനുഷ്യനും ദൈവവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ബന്ധങ്ങളുടെ ഏകീകരണം, ബന്ധങ്ങളുടെ നല്ല സൂക്ഷ്മ നിരീക്ഷണങ്ങൾ, ഇവയെല്ലാം ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് മൃദുവായ ഉത്തരം? ദൈവം ആദിയിൽ മനുഷ്യന് ഭാഷ നൽകുമ്പോൾ ആശയവിനിമയത്തിനാണ് വാക്കുകൾ നൽകിയത്. രണ്ട് വ്യക്തികൾ തമ്മിൽ വൈകാരിക തലത്തിൽ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി വളരെ കോപത്തോടുകൂടെ സംസാരിക്കുകയും അതേസമയം മറ്റേ വ്യക്തിയും അതേ ശബ്ദത്തിൽ തന്നെ സംസാരിച്ചാൽ അവിടെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുകയില്ല, മറിച്ച് ആഴത്തിലുള്ള മുറിവുകളും ബന്ധത്തിൻ്റെ അറ്റുപോകലുമാണ് സംഭവിക്കുന്നത്. എന്നാൽ മൃദുവായ ഭാഷ എന്ന് പറയുന്നത് നമ്മോട് ദേഷ്യത്തോടെ സംസാരിക്കുന്ന വ്യക്തിയോട് അയാളുടെ മാനസിക തലത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം വളരെ ശക്തമായ ഭാഷയിൽ അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടെ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പുഞ്ചിരിയോടുകൂടെ ശാന്തമായി അതിന് മറുപടി കൊടുക്കുമ്പോഴാണ് മൃദുവായ ഉത്തരം എന്ന് നാം മനസ്സിലാക്കുന്നത്. വാക്കുകൾ ബന്ധങ്ങൾ സൂക്ഷിക്കുവാനുള്ളതാണ്, അല്ലാതെ മുറിവേൽപ്പിക്കുവാനുള്ളതല്ല. ശരീരത്തുണ്ടാകുന്ന മുറിവുകൾ നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ ചില ദിവസങ്ങൾ കൊണ്ട് ഭേദപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ വർഷങ്ങളോളം നമ്മെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കും. ചിലതൊക്കെ പരിഹരിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകുവാനിടയായിത്തീരും. വളരെ മുറുകിയ മുഖത്തോടുകൂടെ അല്ലെങ്കിൽ ടൈറ്റ് മസിലോടുകൂടെ കോപത്തോടുകൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുവാൻ നമുക്ക് പലപ്പോഴും മനസ്സുണ്ടാകുകയില്ല. ശാന്തമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളുന്നതും അവിടെ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഇറക്കി വയ്ക്കുന്നതും. അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുവാനും പരസ്പരമുള്ള ബന്ധങ്ങളെ സൂക്ഷിക്കുവാനായിട്ടും സർവശക്തനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും നോമ്പിൻ്റെ ആശംസകൾ നേരുകയും ചെയ്തുകൊണ്ട്
എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വൈരിൻ പാശങ്ങൾ ഛേദിക്കുവാൻ സ്വർഗീയ തേജസ്സുപേക്ഷിച്ചു താൻ മർത്യകുദ്ധാരണം നേടിയിടുവാൻ ജയസന്തോഷമേ, ജയസന്തോഷം, 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 ജയസന്തോഷം. യേശുവിനെ വിശ്വസിച്ചാശ്രയിച്ചാൽ ജയസന്തോഷം.